എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഔപചാരികമായി പറഞ്ഞിരിക്കുന്നത്. കാരണം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, ഈ ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ മുജാഹിദീനും ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ രാഷ്ട്ര ഇതര പ്ലേയേഴ്സ്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന ഗണത്തിലാണ് പാകിസ്ഥാൻ പെടുത്തുന്നത്. തങ്ങൾക്ക് നിയന്ത്രണമില്ല, തങ്ങൾ നിരോധിച്ച സംഘടനകളാണ്, അവർ നിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ISIയുടെയും ആർമിയുടെയും ഗവൺമെന്റിന്റെയും ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഈ സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുന്നതിലുൾപ്പെടെ ഇന്ത്യക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് തകർക്കപ്പെട്ട ബഹാവൽപൂരിലെയും മൊറിഡ്കയിലെയും ആസ്ഥാനങ്ങൾ നിർമ്മിക്കുന്നതിന് സീഡ് മണി ഉൾപ്പെടെ നൽകിയത് പാകിസ്ഥാൻ ഗവൺമെന്റും സൈന്യവും ചേർന്നാണ്. ഇത് തെളിയിക്കാൻ കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാന്റെ മുഖം അനാവരണം ചെയ്യാൻ ഇന്ത്യയുടെ നയതന്ത്രജ്ഞർക്കും ഇന്ത്യയുടെ പാർലമെന്റിലെ ശശിധരൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല? ഇതേ ജയ്ഷെ മുഹമ്മദ് ആണ് ആക്രമണത്തിന് പിന്നിൽ എന്ന സൂചനകൾ വരുന്നു. ആ സൂചനകൾ ഗൗരവമായിട്ട് എടുക്കാനാണ് ഇന്ത്യ തീരുമാനിക്കുന്നതെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ. ഇത്ര ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും സംഘടനകൾ ഏറ്റെടുക്കും. ഇത് ഇപ്പോൾ എന്താണ് അത് അങ്ങനെ ഒരു നീക്കമില്ല? അതിനുള്ള പ്രധാന കാരണമായി ഇപ്പോൾ കരുതാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.